2, 3, 5 എണ്ണാൻ പറ്റൂല. 7, 9, 11 വരുമ്പോൾ ഇവിടെ പണിതുകൊണ്ടിരുന്നപ്പം അവിടെ പൊട്ടിച്ച് കളയാൻ ഒരുങ്ങിയപ്പോൾ ഞാനത് മാറ്റി വെച്ച് ഇവിടെ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിയാണ്. നമസ്കാരം, ഞാൻ ജിബോയ് തമ്പി പ്ലാന്റേഴ്സ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനി. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ സൈറ്റിൽ ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആണ്. 1 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ ഗോവിന്ദ് സാർ ഒന്ന് വിളിച്ചപ്പോൾ ഞാനിന്ന് കാണാൻ വേണ്ടി വന്നാൽ വേറെ പ്രോജക്റ്റിന് വേണ്ടി ഒറ്റപ്പാലത്ത് വന്നപ്പോൾ ഞാനിവിടെ വരുമ്പോഴൊക്കെ വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. നമ്മുടെ ഒറ്റപ്പാലത്തുള്ള കളപ്പുര എന്ന് പറയുന്ന ഒരു ചെറിയ ഹോം സ്റ്റേ പോലെയുള്ള ഒരു സംഭവമാണ്. ഇവിടെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് പൂമ്പറ്റകളുടെ ഒരു നൃത്തമാണ്. ആഹാ, കണ്ടോ, ഒരു ലാൻഡ്സ്കേപ്പിൽ കണ്ടോ. ഇവിടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത ഒരു പ്ലാന്റേഷനാണ്. ക്രോട്ടലാരിയ എന്ന് പറയുന്ന പ്ലാന്റ്. അത് അട്രാക്ട് ചെയ്ത് വരുന്നതാണ്. ഈ ഭാഗത്ത് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് ബട്ടർഫ്ലൈസ് ഉണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ളൊരു ബിൽഡിങ്ങിനെ നമ്മൾ പഴയ രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ്. സൈഡിലൊക്കെ ഇങ്ങനെ ചെമ്പരത്തി, നമ്മൾ പോട്ട്സുകളൊക്കെ കണ്ടോ. നമ്മുടെ അലോക്കേഷ്യ. ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം. ഈ ബാക്ക് സൈഡൊക്കെ ഒന്ന് മറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഹെലിക്കോണിയ. അപ്പോൾ ഇതാണ് ഒറ്റപ്പാലത്തുള്ള കളപ്പുരയുടെ വിശേഷം. നല്ല ഇവിടെ നമുക്ക് ഫങ്ഷനുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു പഴയ വീടിൻ്റെ അതിനോട് ചേർന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലവറിംഗ് ആണത്. 1 ഡേ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസമൊക്കെ താമസിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ഒരു പഴയ സ്ഥലം, നല്ല ഭക്ഷണം, നല്ല ആതിഥ്യ മര്യാദ. നമ്മളിത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ലോണാണ്. വണ്ടി കയറ്റി നിർത്താം, അത്യാവശ്യം വന്നാൽ വണ്ടി കയറ്റി നിർത്തും. ഇതങ്ങനെയാണ് ഈ ലോണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാം. അവിടെ ഒരു നല്ലൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഏരിയ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അല്ലോ, പഴയ കളപ്പുരയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ നിർത്തത്ത രീതിയിലുള്ള പ്ലാന്റിങ്ങുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ചെത്തിയൊക്കെ പൂട്ട് നിൽക്കുന്ന കണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ വർക്കാണ് ലാൻഡ്സ്കേപ്പിൽ. അവരുടെ ഒരു കളപ്പുരയുടെ വാതിൽ. നമ്മളുടെ പാസ്വല്ലം മിനിയേച്ചർ ഗ്രാസാണ് ഇവിടെ മൊത്തം ചെയ്തിരിക്കുന്നത്. വളരെ ഡാർഫായിട്ടുള്ളൊരു ഗ്രാസാണ് ഇത്. കണ്ട, മുകളിലേക്ക് തീരെ വളരുന്നില്ല. ഇവിടെ ഇച്ചിരി കളർ കുറവുണ്ട്. ഞാനപ്പോൾ ഇന്നൊന്ന് മരുന്ന് ചെറുതായിട്ട് കോംപ്ലക്സ് ഒക്കെ ഒന്ന് ഇടാൻ പറയുമായിരുന്നു. കാരണം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചവിട്ടി നശിപ്പിക്കുന്ന ഫങ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. പെപ്പാരസ് നിറച്ച ആളുകളും ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. മുകളിലേക്കുള്ള വളർച്ച തീരെ ഇല്ല. തീരെ ഡാർഫായിട്ടുള്ള ഗ്രാസാണ്. കൂടുതൽ ചവിട്ടലും ഇതൊക്കെ ഉള്ളിടത്ത് ഇച്ചിരി കളർ കുറവുണ്ട്. പക്ഷേ ഈ കളർ എന്ന് പറയുന്നത് ഒന്ന് ഇച്ചിരി യൂറിയ കോംപ്ലക്സ് ഒന്ന് ആഡ് ചെയ്താൽ മാറാവുന്ന കളറേ ഉള്ളൂ. ഇവിടുത്തെ എനിക്ക് വന്നതിലുള്ളതിൽ ഏറ്റവും വലിയൊരു ഭംഗി ഇതിലേക്ക് കടന്നു വരുന്ന വഴിയിൽ നമ്മൾ ചെയ്ത ഒരു ചെറിയൊരു സംഭവമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ വെച്ചിരിക്കുന്നത് നിറച്ച് പ്ലാവാണ്. വിയറ്റ്നാം വാലിയുടെ പ്ലാവാണ് വെച്ചിരിക്കുന്നത്. വെച്ചിട്ടിപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്തെ കായുടെ കാഴ്ചകൾ കണ്ടോ. പ്ലാവ് കാഴ്ച മറിഞ്ഞ് കിടക്കുന്ന കണ്ട. ഇതാണ് കണ്ട, ചെറിയ പ്ലാവാണ്. ഇതിൽ തന്നെ 2, 4, 6, 9 ചക്ക പിടിച്ചിട്ടുണ്ട്. അടുത്തതിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇത് കണ്ട, ഈ വഴിയുടെ സൈഡ് ചെയ്താൽ ഇപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഡെവലപ്മെൻറ്റുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതാണ്. ഇതിൽ
2, 3, 2, 5 എണ്ണാൻ പറ്റൂല. 7, 9, 11, 13, 17, 20 ചക്ക പിടിച്ചിട്ടുണ്ട്. വേരിലും കായ്ക്കുമെന്നല്ല, നിലത്തും കായ്ക്കും. ഇവിടുത്തെ ഈ ഒരു വർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതാണ്. ഒരു വർഷം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടിയിലത്തെ കമ്പുകളെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ക മാത്രം, ഇതിപ്പോൾ അധികം ചക്ക പുറത്തൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നില്ല. കാണാവുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇതിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ ആയിരിക്കും. അവിടെ എല്ലാ സൈഡിലും പ്ലാവ് വെച്ചിട്ടുണ്ട്, അതിലെല്ലാം നിറച്ച് ചക്ക ഇങ്ങനെ കിടക്കുന്നത്. അതൊരു ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ. മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്ന ചെയ്ത പ്ലാന്റിനും ചെയ്യുന്ന ഗ്രാസിനും വളരെ മെയിൻ്റനൻസ് കുറവാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല അടിപൊളി പൂളാണ്. മുത്തേടൻ പൂൾസാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ചെയ്തിരിക്കുന്നത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇത് ഒരു പാലക്കാടിൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തെ നാട്ടിൻപുറത്ത് ഒരു സാധാരണ പോലെയുള്ള ഒരു സ്ഥലം. ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു പഴയ കളപ്പുരയെ അവരൊന്ന് കൺവേർട്ട് ചെയ്ത് ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയുള്ളൊരു സ്ഥലമായിട്ട് മാറ്റി. ഇതാണ് കളപ്പുരയുടെ വിശേഷം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ്. ഇനി ഇതുപോലത്തെ പല ലാൻഡ്സ്കേപ്പിങ്ങുകൾ നിങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഇന്ന് യാദൃശ്യമായിട്ട് ഞാനിന്ന് ഇവിടെ വന്നപ്പം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അവരുടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. നമ്മളവിടെ ഒരു 2 കല്ല് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇവിടെ പണിതുകൊണ്ടിരുന്നപ്പം അവിടെ പൊട്ടിച്ച് കളയാൻ ഒരുങ്ങിയപ്പോൾ ഞാനത് മാറ്റി വെച്ച് ഇവിടെ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റിയാണ്. അത് ഇതിൻ്റെ ഓണർ ഗോവിന്ദ് വളരെ ഭംഗിയായിട്ട് ആ സാധനം ഇവിടെ കൊണ്ടുവന്നൊന്ന് പ്ലേസ് ചെയ്തു. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇരുന്നപ്പോൾ അതൊരു നല്ല ഭംഗിയാണ്. അപ്പം ഒരു വർഷമായിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ എക്സ്പീരിയൻസ് ഒന്നും കൂടെ ഏറ്റവും ചുരുക്കമായിട്ട് ഗോവിന്ദ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. നമസ്കാരം. ഏറ്റവും സിമ്പിൾ ആയിട്ടൊന്ന് പറയുന്നത് എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഫീലായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബട്ടർഫ്ലൈസ് കുറവായിരുന്നു, ഇപ്രാവശ്യം ഇതിലും കൂടുതലായിരുന്നു. ഇപ്പൊ അതിന്റെ അതിന്റെ കായ്പ ഒന്ന് കഴിഞ്ഞോണ്ട് കുറച്ച് കുറഞ്ഞു. നമ്മുടെ എല്ലാ ഏരിയയിലും പിന്നെ ഇപ്പൊ നിങ്ങളാണ് കൂടുതൽ പറയേണ്ടത്. 4 മാസം 5 മാസമായി ഇപ്പൊ ഗ്യാപ്പായി ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ ഇപ്പൊ നിങ്ങളെ അറിയില്ലേ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഹെവി മെയിൻ്റനൻസ് പറ്റുന്ന ഒരാളല്ല. എന്നിട്ടും കൂടെ ഇത് ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവർക്കാണ് കൂടുതൽ സന്തോഷം. എനിക്കിത് എന്നും കാണുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിനെ പറ്റി അറിയില്ല. വരുന്നവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. പഴയ ബഫലോഗ്രാഫി അതെ അതെ, മെയിൻ്റനൻസ് കുറവാണ്. മെയിൻ്റനൻസ് വളരെ കുറവാണ്. നമ്മളന്ന് പറഞ്ഞ 1-2 കാര്യമുണ്ട്. സ്നേക്ക് ഫ്രീ ഒക്കെയാണ്. ചുമ്മാ തള്ളിയേക്ക് പോയതാണ്. അല്ല, അതിന് നിൽക്കാനുള്ള സ്ഥലം വേണ്ടേ? നമ്മൾ കാട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിന്റെ കുഴപ്പമില്ല. അല്ലെങ്കിൽ മനുഷ്യ ശരിക്കും നല്ല തിക്കില് വരുന്നുണ്ട്. എനിവേ ഈ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട് ഭാഗത്തൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാവുന്ന ഒരു നല്ല സ്ഥലമാണ്. എനിക്കത് ഒരു കാര്യം ഓർമ്മ വരേണ്ടതേ, ഇവിടെ നിങ്ങൾ വന്നിട്ട് ഏതായാലും കാണാൻ നോക്കാൻ വന്ന ഒരാളാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു ബിസിനസ് അല്ല, എനിക്ക് ഇതിലൊരു ഭാഗമാവണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയത്. സത്യം. ഗോൾഫ് കോഴ്സ് തൊട്ടും മേജർ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ. അല്ല, അത് എനിക്കറിയാലോ. അല്ല, അത് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞത്. അത് അന്ന് പറഞ്ഞ വാക്ക് ഇതാണ്, ഇതൊരു ബിസിനസ് അല്ല എന്റെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ പഴയ പ്ലാൻസുകൾ നമ്മുടെ ചെത്തിയൊക്കെ മുമ്പിൽ വെച്ചൊക്കെ പൂത്തൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷം. എനിക്കിപ്പോ ഇൻട്രൊഡക്ഷൻ എങ്ങനെ അവരോട് ഇപ്പൊ ഇത് എന്നെ പറ്റി പറയുമ്പോഴേ എന്നോട് അന്ന് പറഞ്ഞ അതേ വാക്കുകൾ എനിക്ക് ഓർമ്മ. എന്നിട്ട് നമ്മുടെ പ്ലാവൊക്കെ നിറച്ച് കായ്ച്ചു. ഭയങ്കര സന്തോഷം. കാരണം നമുക്കൊരു പ്രോജക്റ്റ് സന്തോഷം എന്ന് പറയുന്നത് ഒത്തിരി ഫാൻസി ആയിട്ടല്ല നമ്മളിവിടെ ചെയ്തത്. അപ്പൊ ഇനി ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. അതിനും കൂടെ ഗോവിന്ദ്ജി എന്നെ വിളിച്ചേ. ആ കാര്യങ്ങളെല്ലാം കൂടെ അടുത്തൊരു വീഡിയോയിൽ ഇൻസൈഡും കൂടെ നമുക്ക് ചെയ്യാം. ഇവിടെ വന്നാൽ മുമ്പത്തെ പ്ലാവും അടുത്ത പ്രാവശ്യം വന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ചാടണം. സമയം കിട്ടിയില്ല, ഫാമിലി ആയിട്ട് വരണം. അപ്പോൾ
ഇവിടെ എങ്ങനെയാ റൂമിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ? നമ്മൾ 5,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 6 ഉണ്ട്, 7 ഉണ്ട്, ഇപ്പൊ ട്രീ ഹൗസ് ഉണ്ട്. അതെ, ഭയങ്കര വൈബുള്ള ഒരു സ്ഥലമാണ് ട്രീ ഹൗസ്. അപ്പോൾ അത് 7 എന്ന് പറയുന്നത് അങ്ങനെ. പിന്നെ മൊത്തം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു % റിഡക്ഷൻ കൊടുക്കും. ഇവിടെ എങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ട് വരുന്നത്? ഫാമിലി ആയിട്ടൊക്കെയാണോ? പിന്നെ ഫാമിലി, അലുമിനി മീൻസ് വയസ്സായവര് പലരും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫോറിനേഴ്സിന്റെ നല്ലൊരു പുഷായി തുടങ്ങി. ഗോൾഡ് പ്രായ ആളുകൾക്കൊക്കെ എല്ലായിടത്തും മൂവ് ചെയ്യാവുന്ന രീതിയിലാണ്. അതെ അതെ അതെ, അതിന്റെ രീതിയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെയും നമസ്കാരം. നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇങ്ങനെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പിംഗ് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഇനി പങ്കുവയ്ക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെയും നമസ്കാരം. താങ്ക് യു.